വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിലിരിക്കുന്ന ആ വ്യക്തിയുമായിട്ടുള്ള കൂടിച്ചേരൽ ഉടൻ തന്നെ സംഭവിക്കുമോ, റിയൂണിയൻ എത്രയും പെട്ടെന്ന് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ പലരും കളിയാക്കിയിട്ട് ഓരോരോ മാഡത്തിൻ്റെ ഫീലിംഗ് എന്താണ് അങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം ഞാൻ കാണുന്നുണ്ട്, ഒക്കെ ഞാൻ വിടുന്നുമുണ്ട്. എനിക്കൊന്നും പറയാനില്ല മക്കളെ, ഒന്നും പറയാനില്ല. വിശ്വാസമുള്ളവർ കാണുക, അല്ലാത്തവർ കാണണ്ട. നിങ്ങളെ ആരും ഞാൻ നിർബന്ധിച്ച് കാണിപ്പിക്കുന്നതെന്നല്ലല്ലോ. ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കാണാൻ ശ്രമിക്കുക. ഓക്കെ, മെഡിറ്റേഷൻ്റെ ബൈറ്റ് വയ്ക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ റെസൊണേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആൻഡ് ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്, കാരണം കറണ്ട് ഇല്ല. വീഡിയോ എന്നും ഡെയിലി ഇടുന്നത് കൊണ്ട് മുടക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കുന്നതാണ്. സോ കറണ്ട് കുറച്ച് സീനാണ്. ഇപ്പം മഴയൊക്കെ അല്ലേ, അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഒന്ന് ഇഗ്നോർ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് കാർഡ് വന്നിട്ട് സെക്കൻഡ് കാർഡ്, തേർഡ് കാർഡ്, ഫോർത്ത് കാർഡ്, ഫിഫ്ത്ത് കാർഡ്, സിക്സ്ത്ത്, സെവൻത്ത്, എയ്ത്ത്. ഓക്കെ 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 അപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ പ്രോബ്ലം ഒന്ന് ക്ഷമിച്ചേക്കുക. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, കുറച്ചുണ്ട് ഇഷ്യൂ. എനിക്ക് അറിയാം ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ല എന്ന്. എങ്കിലും നിങ്ങൾ കാർഡ്സ് ഒന്ന് കണ്ണോടിച്ച് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ആൻഡ് നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുമായിട്ടുള്ള കൂടിച്ചേരൽ, നിങ്ങളുടെ വ്യക്തിയുടെ കൂടിച്ചേരൽ ഉടൻ തന്നെ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ആൻസർ നമ്മൾ തേടുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം, അതായത് ഞാൻ പറയുകയാണ് എൻ്റെ ഒരു നോളേജ് വെച്ചിട്ട്, ഇപ്പോൾ ഈ ഒരു സ്പ്രെഡ് ഞാൻ എടുത്ത ഒരു നോളേജ് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ്ലി അക്കോർഡിംഗ് ടു ഫസ്റ്റ് ടൈം നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം സത്യമാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം അത്ര പ്യുവറാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം അത്രയും സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ചേരുക തന്നെ ചെയ്യും. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം അത്ര ആത്മാർത്ഥമാണ്, അത് യൂണിവേഴ്സും കൂടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ദിവസം എത്ര വൈകിട്ടാണെങ്കിലും എത്ര കാലതാമസം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ആശീർവാദത്തോടു കൂടി തന്നെ നിങ്ങൾ ഒന്നാവും. വേറെ ഏതെങ്കിലും ട്വിസ്റ്റ് അതിൻ്റെ ഇടയിൽ വന്നെങ്കിൽ പോലും അറ്റ് ദ ബിഗിനിങ് അല്ല അറ്റ് ലാസ്റ്റ് നിങ്ങൾ ഒന്നാവുക തന്നെ ചെയ്യും. അതാണ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ പവർ എന്ന് പറയുന്നത്. എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു പോയാലും, എങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടന്നാലും, അങ്ങോട്ട് വിചാരിച്ച ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മൂപ്പർ അങ്ങനെ അതിനെ ഡൈവേർട്ട് ചെയ്ത് ട്വിസ്റ്റഡ് ആക്കി നിങ്ങളെ ഒരു ട്രെയിനിൻ്റെ പാത്ത് പോലെ സെറ്റാക്കും. അപ്പോൾ വിധിയുള്ളതാണെങ്കിൽ കൂടിച്ചേരുക തന്നെ ചെയ്യും. പക്ഷെ നിങ്ങൾ അതിനെ പ്രതി കുറേ വിഷമിക്കുക, കരയുക, മെൻ്റൽ സ്ട്രെസ്സ്, ഡിപ്രഷൻ, ഈ വക സ്റ്റേജിലേക്കൊക്കെ നിങ്ങൾ പോകുമ്പം നിങ്ങളത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷനിലേക്കൊക്കെ പോവാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആൻഡ് ഈ ഒരു കാർഡിൽ യൂണിവേഴ്സ്
ഈ യൂണിവേഴ്സ് നിങ്ങൾ അതിലേക്ക് കൊണ്ട് എത്തിക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂടിച്ചേരൽ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റീയൂണിയൻ തന്നെയാണ് യൂണിവേഴ്സ് ഇതിലും കാണുന്നത്. അറ്റ് ലാസ്റ്റ് ടൈം നിങ്ങളെ അതിൽ ഒന്നാക്കുക തന്നെ ചെയ്യുന്നത് തന്നെയാണ് യൂണിവേഴ്സും പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യൂണിവേഴ്സും അത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റീയൂണിയൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിനെ എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ അതിലേക്ക് വിശ്വസിച്ച് പ്രവർത്തിക്കുക. എന്തെങ്കിലും ഒരു ഇൻപുട്ട് നിങ്ങളുടേതായ രീതിയിൽ ഈ റിയൂണിയൻ്റെ ഇടയിലേക്ക് അല്ലെങ്കിൽ ഈ റിയൂണിയൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്നും എന്തെങ്കിലും ഒരു ഇൻപുട്ട് നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ സൈഡിൽ നിന്നും ചെയ്യാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്തു കൊള്ളാനും യൂണിവേഴ്സ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് വിശ്വസിച്ച് തന്നെ, യൂണിവേഴ്സിൽ വിശ്വസിച്ച് തന്നെ ചെയ്യുക, അതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം, നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, വഴക്കുകളുണ്ടാവും, അടികളുണ്ടാവും, തല്ലുകൂട്ടങ്ങളുണ്ടാവും, അങ്ങനെ റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പരിമിത കാലത്തേക്ക് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ പരിമിത കാലത്തേക്ക്, വളരെ ടെമ്പററി ആയിട്ടുള്ള കുറച്ച് സമയത്തേക്ക് മാത്രമേ ഇത് നടക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള അടി പിടി വഴക്ക് തല്ലുകൂട്ടാം വൈരാഗ്യം വാക്കാണാം ഇതൊക്കെ നടക്കുന്നത് വളരെ പരിമിതമായ കാലത്തേക്ക് മാത്രം, വളരെ പരിമിതമായിട്ട്. അപ്പോൾ അത് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കാനായിട്ട്. നീണ്ടു നിൽക്കുന്ന കാര്യങ്ങളല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യുമെന്ന് ഊന്നി ഈ കാർഡ്സുകൾ, ഈ ഒരു സ്പ്രെഡുകൾ ഊന്നി പറയുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളിപ്പോൾ വളരെയധികം ഒറ്റപ്പെടലുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അതായത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്റ്റൻസ്, എന്തെങ്കിലും തരത്തിലുള്ളൊരു ഗ്യാപ്പ് വന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ലോൺലിനെസ്സിലേക്ക് പോകുന്നു, ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നു, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരു കാര്യം ഒരാളോട് സംസാരിക്കാൻ പറ്റാതെ, എനിക്കൊരാൾ സംസാരിച്ച് കൂടിയേ തീരൂ, അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങൾ പറയാനായിട്ട് എനിക്കൊരാൾ കൂടിയേ തീരൂ എന്നുള്ളൊരു സിറ്റുവേഷനിലൂടെയൊക്കെ നിങ്ങൾ പോകുന്നത് കാണുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടത് നിങ്ങൾ അത്യാവശ്യമാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒറ്റപ്പെടലുകൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതം മടുത്തു നിൽക്കുന്നൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പല വ്യക്തികളെയും കാണുന്നുണ്ട്. ആൻഡ് സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകുന്ന ചില വ്യക്തികളെ കാണുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു റെസൊല്യൂഷനായിട്ടാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടുകയാണോ നിങ്ങൾ വേണ്ടത്? നിങ്ങൾ തന്നെ സംസാരിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്കൊരു പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നാൽ നിങ്ങൾ അതിൽ നിന്നും ഒളിച്ചോടുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ അത് തരണം ചെയ്ത് വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങുകയാണോ വേണ്ടത്? അതിലേക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക. എനിക്ക് ഇത്ര കാര്യങ്ങൾ ഞാൻ ചെയ്തു, എന്നിട്ടാണ് ഞാൻ മാറി നിൽക്കുന്നതെന്ന് പറയുക. എന്നിട്ട് വരാനുള്ളത് എന്ത് തന്നെ ആയാലും അത് അങ്ങോട്ട് സംഭവിക്കട്ടെ. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? സൂയിസൈഡ് ഒരു റെസൊല്യൂഷനേ അല്ല. ഓക്കെ, അതുകൊണ്ട് അതാരും ചെയ്യരുത്. സ്നേഹിക്കുന്ന വ്യക്തി അകന്നു പോയോ എന്ന് നിങ്ങളുടെ മനസ്സിപ്പോൾ ഭയങ്കരമായിട്ട് വെമ്പിക്കൊണ്ടിരിക്കുക. എൻ്റെ സ്നേഹിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഞാൻ ജീവനായിട്ട് കരുതിയ വ്യക്തി എന്നിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഇനി അത് വരില്ലേ, ഇനി എൻ്റെ അടുത്ത് നിന്ന് ആയുഷ്കാലം എന്നേക്കുമായിട്ട് അത് പോവുകയാണോ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളെ ഭയങ്കരമായിട്ട് അലട്ടുന്നു. ഒരിക്കലും ആർക്കും തകർക്കാൻ പറ്റാത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബന്ധമാണ് നിങ്ങളുടേതെന്ന് നിങ്ങളിപ്പോഴും മനസ്സിലാക്കുന്നില്ല. യൂണിവേഴ്സിന് നല്ല ബോധമുണ്ട്. കാരണം അങ്ങോട്ട് കളിച്ച കളിയിലാണ് നിങ്ങൾ കൂടിച്ചേർന്നതും. ഈ നിങ്ങൾ രണ്ടായി പോകുന്നുണ്ടെങ്കിലും അത് അങ്ങോരുടെ അറിവോടുകൂടി മാത്രമായിരിക്കും. അവർക്ക് ഇമോഷണലി കുറേ വീക്കായിട്ടുള്ള സിറ്റുവേഷൻസ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ഇമോഷണലി കുറേ വീക്ക്ഡ് സിറ്റുവേഷൻസിലൂടെയൊക്കെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് അവരൊരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രൈയിങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവർ പോകുന്നത്. എങ്ങനെയെങ്കിലും ഇമോഷണലി അതിൽ നിന്നും സ്റ്റക്കായിട്ടുള്ള ആ സിറ്റുവേഷനിൽ നിന്നും കവർ ചെയ്ത് മുന്നോട്ട് നീങ്ങണം, അല്ലെങ്കിൽ കവർ ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ ഭയങ്കരമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും
ചില സാഹചര്യങ്ങളിൽ അവർക്ക് കടക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും ആ ട്രാപ്പിൽ നിന്നും മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. അതിൻ്റെ ചില താളപ്പിഴകൾ തന്നെയാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങളും അവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഓക്കെ, പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, മനുഷ്യരല്ലേ, നമ്മളെല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആണ്, മനുഷ്യജന്മങ്ങളാണ്. അല്ലാതെ ദേവീദേവഗണങ്ങളോ അസുരഗണങ്ങളോ അങ്ങനത്തെ ആളുകളൊന്നുമല്ല, മനുഷ്യഗണങ്ങളാണ്. അപ്പോൾ എല്ലായ്പ്പോഴും അവർ ഓക്കെ ആയിക്കൊള്ളണം എന്നുണ്ടോ? എല്ലായ്പ്പോഴും അവർ ഓക്കെ ആയിട്ടിരിക്കുമോ? ഇല്ല. അവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും അവരും. അവരുടെ ഉള്ളിൽ എന്തൊക്കെ പ്രഷറുകളുണ്ടോ, എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടോ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ, അതിൻ്റെയൊക്കെ പ്രതിഫലനമായിരിക്കും അവർ പുറത്തേക്ക് കാണിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ? അത് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത്. എങ്ങനെ? നിങ്ങളങ്ങനെ ഓരോന്നോ വിചാരിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതിനേ സമയം കാണും. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയും പ്രശ്നങ്ങളും അവതാളത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഇമോഷണലി ഉള്ള വീക്കിലാണ് അവരുള്ളത്. വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ട് കാണുന്നുണ്ട് അവർ. ചില കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണുന്നത്. ഈ ഒരു കാർഡൊക്കെ അത്രയ്ക്കും അവർ അനുഭവിക്കുന്ന സ്ട്രെസ്സിനെ പ്രതിഫലനം ചെയ്യുന്ന കാർഡുകളാണ്. ഓക്കെ, അപ്പോഴും അവർ നിങ്ങളെ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാർഡിൽ വീണ്ടും കാണിക്കുന്നത്. വർക്കിൽ ചില ബുദ്ധിമുട്ടുകൾ, അവർ പ്രൊഫഷണൽ ലൈഫിൽ അവർ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. കരിയർ ലൈഫിൽ അതിൻ്റെ എല്ലാം പ്രതിഫലനമാണ് ഈ കാണുന്ന പ്രോബ്ലംസ് എല്ലാം. ഉടനെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ട് ഈ കാർഡ്സിൽ പറയുന്നുണ്ട്. ഉടനെ തന്നെ ഒരു റീയൂണിയൻ പോസിബിൾ ആകുന്നു. അവരുടെ ഭാഗത്തെ മിസ്റ്റേക്സ് എല്ലാം അവർ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഓർമ്മകൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളില്ലാത്തത് കൊണ്ടാണ് അവർ ഇത്രയും സ്ട്രെസ്ഡ് ആവുന്നത്. നിങ്ങളുണ്ടെങ്കിൽ ഇത്രയ്ക്കും അവർ സ്ട്രെസ് അനുഭവിക്കില്ല എന്നുള്ള ഒരു സത്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളിലൂടെ അവർ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മിസ്റ്റേക്കുകൾ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഒറ്റപ്പെടുത്തിയതിനെല്ലാം അവർ ആത്മാർത്ഥമായിട്ട് ഇപ്പം സങ്കടപ്പെടുകയാണ്. നിങ്ങളെ ഒറ്റയ്ക്കിട്ട് ഞാൻ പോയില്ലോ, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയില്ലോ എന്ന് ആലോചിച്ചിട്ട് അവർ സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ വിളിക്കാനും അവരുടെ വിഷമങ്ങളെല്ലാം തുറന്നു പറയാനും ഉള്ള സിറ്റുവേഷൻസ് ഉടൻ വരുന്നുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ്. നാളെ മുതൽ നമ്മുടെ വീഡിയോസിൻ്റെ സമയം മാറ്റിയിരിക്കുന്നതായിട്ട് ഒഫീഷ്യലി ഞാൻ പ്രഖ്യാപിക്കുന്നു. സ്പിരിച്വൽ ജേണിയിൽ 5 മണിക്കും സൈക്കിക് ഹീലിങ്ങിൽ 6 മണിക്കും മൂൺ ഗോഡസിൽ 7 മണിക്കും ഈവനിങ് ഉച്ചതിരിഞ്ഞ് 7 മണിക്കും വൈകിട്ട് ആയിരിക്കും. 5 മണി, വൈകിട്ട് 5 മണി, 6 മണി, 7 മണി PM കേട്ടോ, AM അല്ല. ആ സമയത്തായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കാഴ്ചക്കാരായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോസ് പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ കാണുക. ഡെയിലി നമ്മൾ ഇടുന്നതായിരിക്കും. അതാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും ആ സമയത്ത് വേണ്ടി ഡെയിലി നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. ഒരു ദിവസം പോലും നമ്മളിപ്പോൾ മുടക്കുന്നില്ല. മുടങ്ങിയ കുറച്ച് സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മൾ മുടക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ വരിക്കാരാവുക. ഓക്കെ, അപ്പം ഇതാണ് പോസിറ്റീവായിട്ടുള്ള ഇതിലെല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. ഇതെൻ്റെ ലൈഫിൽ നടക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യുക, ക്ലെയിം ചെയ്യുക ലൈഫിലേക്ക്. നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ലിങ്ക് 3 ചാനൽസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ താഴെ ഹെഡിങ്ങിൻ്റെ താഴെയുള്ള മോർ ഞെക്കിക്കഴിഞ്ഞാൽ അതിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് എല്ലാം ഉണ്ട്. അതെല്ലാം ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് നേരെ കടന്നു പോകുന്നതായിരിക്കും. അപ്പോൾ സബ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.